ബേസിക്കലി ഇതിനെക്കുറിച്ച് എല്ലാ റിലീജിയനിലും ഉണ്ട്. പക്ഷേ സിങ്ക്രോണിസിറ്റി ഇസ് സയന്റിഫിക്. ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് എനി റിലീജിയൻ. ഇൻഫാക്ട് DNA റിസർച്ച് പുരോഗമിക്കുമ്പോൾ നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാകും, ഉപയോഗപ്രദമാകും എന്നൊക്കെയാണ് CG യങ് പറയുന്നത്. എടാ, ഈ മുൻകൂട്ടി അറിയാൻ കഴിയുമെന്ന് പറയുന്നത് എങ്ങനെയാ? എടാ, ഈ പ്രകൃതി ഇല്ലെങ്കിൽ യൂണിവേഴ്സ് പലതരത്തിലും മുൻകൂട്ടി നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞു തരും. അതിപ്പോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സൗണ്ട്സ് ആവാം, അല്ലെങ്കിൽ സിമ്പിൾസ് ആവാം, ഓർ മേ ബി ഈവൻ എ ഡ്രീം. ഏറ്റവും പ്രധാനം നമ്മുടെ ഉള്ളിലുള്ള തോന്നലുകളാണ്. ഈ ഗട്ട് ഫീലിംഗ്, ഇൻറ്റ്യൂഷൻ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, സെയിം. ആ ഉള്ളിലെ തോന്നലുകളാണ് ഇവനെ കൊണ്ട് ഈ റിസ്ക് ഒക്കെ എടുക്കാൻ പ്രേരിപ്പിക്കുന്നത്. ആക്ച്വലി എനിക്കും ഇതേപോലെ കുറെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ആദ്യം തോന്നും, പിന്നെ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ കാണുകയോ സംഭവിക്കുകയോ ചെയ്യും. ലാൽ സാർ ഇതിന്റെ ആളാ.